വെൽക്കം ടു പുളിയും സ്വാദും. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു 4 മണി പലഹാരമാണ്. ഇതൊരു ഉണ്ണിയപ്പമാണ്. ഈ ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മാമ്പഴം വെച്ചിട്ടാണ്. നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ടാണ് ഞാനൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നമുക്ക് തേങ്ങാക്കൊത്തുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നെയ്യ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന കോക്കനട്ട് ഞാൻ അതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു ബ്രൗൺ കളറായി മൂത്ത് വന്നു. നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ സെയിം പാനിൽ തന്നെ ഞാനൊരു മീഡിയം സൈസ് മാംഗോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മാംഗോ നന്നായിട്ട് തന്നെ ഈ ഒരു മാങ്ങ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് അധികം അങ്ങ് ഒരുപാട് ഇതായിട്ട് പോകണ്ട. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ മാംഗോ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പച്ചരി ഞാനിവിടെ ഒരു 1/2 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു 3 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന അരിയും അതുപോലെ തന്നെ ഒരു 4 ക്യൂബ്, അതായത് ക്യൂബായിട്ട് വരുന്ന ശർക്കരയുണ്ടല്ലോ, അതൊന്ന് ഉരുക്കിയ ശർക്കരയും കൂടി ഞാൻ അതിലേക്കൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ ഒരു മാംഗോ ഉണ്ടല്ലോ, അപ്പോൾ ആ മാംഗോയും കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. ആ നെയ്യൊക്കെ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. പക്ഷെ ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒരു ചെറിയൊരു തരി വേണം അരയ്ക്കുമ്പോൾ. ഇപ്പം ഞാനിതൊന്ന് ഇതുപോലെ ഈ പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കാം. ഈ നമ്മുടെ ഉണ്ണിയപ്പം ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് അടിച്ചിട്ട് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതിയാവും. ഇനി ഞാനിതിലേക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്തു. പിന്നീട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കോക്കനട്ട് പീസസും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒരുപാട് കൂടിപ്പോകരുത്, ഒരു നുള്ള് ഉപ്പ് മതി കേട്ടോ നമുക്ക് ഈ ഒരു ഇതിലേക്ക്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കുന്നില്ല, ഇങ്ങനെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ്. ഞാനിവിടെ ഒരു ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പം. ആ ഒരു എണ്ണ ചൂടായി വന്നപ്പോഴേക്കും ഞാൻ ഓരോ സ്പൂണായിട്ട് നമ്മുടെ ഉണ്ണിയപ്പം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് മുഴുവനും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈഡ് കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഈ ഉണ്ണിയപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാമെന്നുള്ളതാണ് ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത. നമ്മൾ സോഡാപ്പൊടിയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇതിലേക്ക്. അതുപോലെ തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ടും ഈ ഉണ്ണിയപ്പം വെക്കുന്നില്ല. അതാണ് ഈ ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ പഴവും നമ്മൾ ചേർത്തിട്ടില്ല, നമ്മൾ ചേർത്തിരിക്കുന്നത് മാങ്ങാപ്പഴമാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് ഈ അടുപ്പിൽ നിന്നൊന്ന് വാങ്ങാം. കണ്ടില്ലേ, നമ്മുടെ ഉണ്ണിയപ്പം വളരെ സോഫ്റ്റാണ്. അതായത് ഒരു 2 ദിവസമൊക്കെ ഇരുന്നാലും നമ്മുടെ ഉണ്ണിയപ്പം ഒന്നും ചീത്തയാവത്തില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ നമ്മുടേത്. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി തന്നെ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ബൈ.